നമസ്കാരം. ശ്രീദാസി ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാരായ നമ്മള് എല്ലാവരും ഒരു മുട് തക്കാളി, ഒരു മുട് പച്ചമുളക്, ഒരു മുട് വഴുതനയും നട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഓടിച്ചെന്ന് ഒരു വഴുതനയോ ഒരു പച്ചമുളകോ ഒരു തക്കാളിയൊക്കെ പറിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള വഴുതന ഉണ്ടായാലോ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, നല്ല ചുമന്നിരിക്കുന്ന സാധനം. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നു തക്കാളിയെന്ന് തോന്നുന്നു. അതാ, ഇത് തക്കാളിയൊന്നുമല്ല, ഇതൊരു വഴുതൻ. ഇതാണ് ബ്രസീലിയൻ വഴുതന. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ടേസ്റ്റ് ഉള്ള ഒരു വഴുതനാണ് ബ്രസീലിയൻ വഴുതന. അതിന്റെ പച്ചയാണിത്. ഇതൊരു കമ്പം ഒടിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറിച്ച് കാണിക്കേണ്ടി വന്നത്. അതിന്റെ ചെറിയ കാലാണ് ഇത് ഉണ്ടായി വരുന്നത്. ഇത്രയും ഇച്ചിരിയുടെ ആ വഴുതന അത്രയും വലിപ്പം ഉണ്ടാവത്ത്. എങ്ങനെയാണ് ഈ ബ്രസീലിയൻ വഴുതന ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വഴുതന വർഗത്തിൽപ്പെട്ട വിളകള് വഴുതന, തക്കാളി, പച്ചമുളക് ഇതെല്ലാം പരസ്പരം ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വഴുതനെ തന്നെ പലതരത്തിലുള്ള വഴുതനകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു വഴുതനയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം വിജയിച്ചതിനും പല പ്രാവശ്യം ആകുമ്പോൾ അത് കറക്റ്റായിട്ട് വിജയിക്കും. ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചു വന്ന കൂട്ടത്തിലാണ്. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് എല്ലാം ചെയ്തെല്ലാം സക്സസ് ആവുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രസീലിയൻ വഴുതനയുടെ അതുകൊണ്ട് ഇങ്ങനെയുള്ള എൻ്റെ വഴുതന വേണം, കമ്പ് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു കമ്പ് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട വഴുതന അടുത്തേക്ക് നമുക്ക് പോകാം. ഇത് ഹരിത ഇനത്തിൽപ്പെട്ട ഒരു വഴുതനയാണ്. കണ്ടതിന്റെ കായ. ഇവിടെ മത്തന് വണ്ടിന്റെ ശല്യം ഭയങ്കരമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മണ്ടയൊക്കെ കട്ട് ചെയ്ത് വിടാറുണ്ട്. അപ്പം ഈ ബ്രസീലിയൻ വഴുതനയുടെ തണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശരിയാക്കിയാണ്. കണ്ടോ, അതിന്റെ ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്യണം ആദ്യമായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതൊന്നും വെച്ചേക്കണം. ഈ ഇലയുടെ ശകലം നമുക്ക് വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടിലും ഒരു മൂട് വഴുതനയല്ലേ, പലതരത്തിലുള്ള വഴുതന ഉണ്ടെങ്കിൽ അപ്പം ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്കൊക്കെ സ്ഥല സൗകര്യം കുറവാണ്. അതുകൊണ്ടൊക്കെ വളരെ സ്ഥലം കുറവുള്ളവർക്ക് ഒരു മൂട് വഴുതന, പലതരത്തിലുള്ള വഴുതന ഉണ്ടായാലോ, നമുക്കതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് തണ്ട് ഒരേ കനം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന് കുറച്ചുകൂടെ താഴെ വെച്ച് ഗ്രാഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഇവിടെ നിന്ന് ഇലയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ തണ്ട് കട്ട് ചെയ്ത് കളയും. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും ഗ്രാഫ്റ്റ് വെക്കുന്ന ടേപ്പ്, കത്തിയ ബ്ലേഡ് എന്തായാലും അത് നല്ല സ്റ്റെറിലൈസ് ആയിരിക്കും. അതിന് തന്നെ സാനിറ്റൈസർ വരട്ട് കൈയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. കൈയെല്ലാം ക്ലീനാക്കി അവിടെ തന്നെ കത്തി ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഞാൻ സൂക്ഷിച്ച് വേണം ഇങ്ങനെയൊക്കെ പുരട്ടാൻ, കൈ മുറിയാതെ. തുരുമ്പിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ക്ലീൻ ചെയ്തതാണ്. ഇനി നമുക്ക് അത് നടുകി ഒന്ന് കീറാം. ഇത് കറക്റ്റ് ലെവലിൽ വേണം കട്ട് ചെയ്യാൻ. സെന്റർ പോർഷൻ വെച്ചൊന്ന് കീറണം. കീറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകരുത്. നേരെ സെന്റർ പോർഷൻ വെച്ചിട്ട് ചെയ്തു പതുക്കെ കീറിയാൽ മതി. ഇത്രയും കീറി വെച്ച് ഇത് പോണൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെത്തിയെടുക്കണം. ചെത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെത്താൻ. വി ഷേപ്പിൽ തന്നെ ചെത്തുക. വളരെ ചെറിയ സ്മൂത്തായ വിളഞ്ഞു പോയ കമ്പ് എടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് ഉള്ള കമ്പ് എടുക്കുക. ഒത്തിരി വിളഞ്ഞു പോയ കമ്പ് പ്രായം ചെന്ന കമ്പ് ഒന്നും കിളിക്കത്തില്ല.
ഇപ്രാവശ്യം ഫോണൊക്കെ ചെറുതായിട്ട് ചെത്തുക, ഏകദേശം ഒരേ അളവ് വേണം ചെത്താൻ. ഇങ്ങനെ ചെത്തുന്നതിന്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്ന് പറഞ്ഞാല് മുറിവുകൾ തമ്മിലാണ് ജോയിന്റ് ആവുന്നത്. അതിനാണ് ഈ സൈഡ് ഇങ്ങനെ ചെത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ചെത്തി ചെത്തി നമ്മളെ ഇതിലൊരു മുറിവുണ്ടാക്കി ഇതിലൊരു മുറിവുണ്ടാക്കി, അപ്പൊ ഈ മുറിവുകൾ തമ്മിൽ ജോയിന്റ് ആവും. ഇനി നമുക്ക് വേണ്ടുന്ന ടേപ്പ്, ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു ഇത്രയും നീളത്തിന് ആവശ്യമുള്ളൂ. നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഈ ടേപ്പ് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. അതിനകത്ത് നമുക്ക് ഈ കമ്പതിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. ബി ഷേപ്പിൽ ചെത്തിയതാണ്. എന്താ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ പരസ്പരം ചേർന്നിരിക്കണം. കണ്ടോ, പരസ്പരം ചേർന്നിരിക്കുകയാണ്. രണ്ട് സൈഡ് ചേരാൻ പറ്റുമോ? അങ്ങനെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ രണ്ട് സൈഡൊന്നും ചേർക്കാൻ പറ്റത്തില്ല. ഒരു സൈഡെങ്കിലും നന്നായിട്ട് ചേർന്നിരിക്കും. കണ്ടോ, നന്നായിട്ട് ഇപ്പൊ ചേർന്നിരിപ്പുണ്ട്. ടേപ്പ് നല്ലതായിട്ട് ചുറ്റിക്കൊടുക്കും. മേളിൽ ചുറ്റി കൊടുത്താലും മതി, താഴെ എപ്പോഴും ചുറ്റിയാലും അത് അതിന്റെ സൗകര്യം പോലെ ചുറ്റുക. ഞാനിപ്പം മേളിൽ താപ്പോട് ചുറ്റാനാണ് ഇപ്പൊ അവിടെ സൗകര്യം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചുറ്റുന്നത്. ടേപ്പ് വലിയതാണ്, വലിച്ച് മുറുക്കി ചുറ്റണം. മുറുക്കി ചുറ്റി മാത്രമേ ഇത് പരസ്പരം ജോയിന്റ് ആവത്തുള്ളൂ. ശകലം പോലും വെള്ളം കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചുറ്റുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റ് പിടിക്കാൻ ഉള്ള ചാൻസ് കൂടുതലുള്ളത്. ഇത് നമ്മളിപ്പോൾ ഏകദേശം ചുറ്റിക്കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നൊരു കെട്ടിടാം. ഒന്നേ അങ്ങനെ അറ്റം കെട്ടിടാം, അല്ലെങ്കിൽ ഇവിടെ കെട്ടിടാം. നമുക്കത് അഴിച്ചു കളയണ്ടായി. അപ്പൊ അതിനുള്ള സൗകര്യത്തിലാണ് ഇങ്ങനെ കെട്ടിടം. കണ്ടോ, ഇനി മുകളിലേക്ക് നമുക്കൊരു കവർ ഇടണം. ഇവണക്കൊരു കവർ എടുത്ത് ഈ കവർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ കളയും. അപ്പൊ ഇതിനകത്തൊരു ഈർപ്പുണ്ടല്ലോ, എന്നിട്ട് ഇതിലോട്ട് ഇടുക. അപ്പൊ അത് കിളിക്കാനും ഈ ഗ്രാഫ്റ്റ് വെള്ളം എടുത്തിട്ട് പിന്നെ ഇത് കിളിച്ച് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇങ്ങനെ ചെയ്യുന്നു. ഈ ടേപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് വലിച്ചൊന്ന് കെട്ടണം. കേട്ടോ, ഇങ്ങനെ ഇതിന് പിടിച്ചിട്ട് ഒന്ന് കെട്ടുക. ഈ എന്റെ ഈ കവർ ഇച്ചിരി മുമ്പോട്ട് ഇങ്ങനെ ഇരിക്കാം. കാരണം ക്ലിപ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ഈ കെട്ടി ഇത്ര ആവശ്യമുള്ള ഒരു 15 ദിവസം ഈ ട്രാൻസ്പെറന്റ് കവറായോണ്ട് ഈ കവറിൽ കൂടെ കിളിപ്പ് വളർന്നു വരും, നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള വഴുതന ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിക്കാം. ഇതിന്റെ വേങ്ങേരി വഴുതനയാണ്. ഇത് കണ്ട പലതരത്തിലുള്ള വഴുതനയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ച്. ഇനി ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് കവർ ഞാൻ മാറ്റി കൊടുക്കും. ഇപ്പോഴത്തെ എല്ലാം കിളിച്ചു വരും. കിളിച്ചു വന്ന ശേഷമുള്ള അപ്ഡേറ്റ് ഞാൻ പിന്നീട് കാണിക്കാം.